തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഇലക്ഷൻ ഒരുക്കങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി വരികയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിലാണ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് കേരളത്തിലുള്ള മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത്. 1995 മുതൽ ഓരോ 5 വർഷം കൂടുമ്പോഴും സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള ഇലക്ഷൻ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയം തന്നെ നടത്തുകയാണ്. ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ഈ സ്ഥാപനങ്ങളിലേക്കുള്ള മുഴുവൻ വാർഡുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. അതിൻ്റെ ആദ്യഘട്ടമായി വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ വോട്ടേഴ്സ് ലിസ്റ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വട്ടം കൂടി പുതുക്കുന്നതാണ്. പുതുക്കൽ പ്രക്രിയ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കമ്മീഷന് കടക്കുവാൻ കഴിയും. ഡിസംബർ 20 മുമ്പായി ഇലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. 2020 ഡിസംബർ 21 നിലവിലുള്ള തദ്ദേശ സ്ഥാപന കമ്മിറ്റികൾ നിലവിൽ വന്നത്. ആ കമ്മിറ്റികളുടെ 5 വർഷ കാലാവധി പൂർത്തിയാക്കുന്ന ഡിസംബർ 20 മുമ്പായി പുതിയ കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 95 മുതൽ ഓരോ 5 വർഷം കൂടുമ്പോഴും കൃത്യമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതികളെ അധികാരമേൽപ്പിക്കുന്ന പ്രക്രിയ. കഴിഞ്ഞ 2020 കോവിഡിന്റെ സമയത്ത് 2 മാസക്കാലം തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കേണ്ടി വന്നു. സാധാരണഗതിയിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. എന്നാൽ ആ 2 മാസ കാലാവധി നീട്ടിവെക്കൽ വന്നത് കാരണം ആണ് ഡിസംബർ 20 ഡിസംബർ 20 പുതിയ ഭരണസമിതികൾ നിലവിൽ വന്നത്. 5 വർഷ കാലാവധി പൂർത്തിയാക്കി പുതിയ ഭരണസമിതികൾ നിലവിൽ വരേണ്ടത് 2025 ഡിസംബർ 20 അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരേ അധികാരങ്ങളാണ് ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുള്ളത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് 2026 സംസ്ഥാന അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്. അപ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാവരെയും ഇലക്ടറൽ റോളിൽ ഉൾക്കൊള്ളിക്കുക, എല്ലാ വോട്ടർമാരെയും പോളിംഗ് ദിവസം പോളിംഗ് സ്റ്റേഷനിലെത്തിച്ച് അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കുക, അത് 2 കമ്മീഷന്റെയും ഉദ്ദേശ്യമാണ്. വളരെ ട്രാൻസ്പെറൻ്റായ രീതിയിൽ ഫ്രീയായി ഫെയറായി ഇലക്ഷൻ നടത്തുക എന്നുള്ളത് കമ്മീഷൻ എടുത്തിട്ടുള്ള നിലപാടാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളെ അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനും അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനുമുള്ള അവസരം ഒരുക്കാനുമുള്ള തീരുമാനമെടുത്തത്. അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായി അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇങ്ങനെയൊരു സെമിനാർ സെപ്റ്റംബർ 11 തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ നടത്തുകയും ചെയ്തു. അതിൽ വിദഗ്ധരായിട്ടുള്ള വ്യക്തികളെല്ലാം പങ്കെടുത്തിരുന്നു. അവരുടെ നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകുന്നത്. ഇത് പല നിർദ്ദേശങ്ങളും പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നതാണ്. അക്കാര്യങ്ങൾ പരിശോധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും
വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അക്കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് ശ്രമിക്കുന്നതാണ്.